ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ബർത്ത്ഡേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങളുടെ വെഡിങ് ഡേ, അതുപോലെ ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ സേവ് ദ ഡേറ്റ്, അതുപോലെ തന്നെ ബേബി ഷവർ, പല രീതിയിൽ പല ദിനങ്ങൾ നമ്മൾ അതിമനോഹരമായി ആഘോഷിക്കാറുണ്ട്, ആനന്ദിക്കാറുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. എന്നാൽ ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ പള്ളിയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ ഒരു കാര്യത്തോട് ചേർന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മാമോദിസ ദിനം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എന്നാണ് മാമോദിസ സ്വീകരിച്ചത്? എന്നാണ് ഈശോയുടെ ഒരു മോനായി മാറിയത്, ഈശോയുടെ മോളായി മാറിയത്? പാപത്തിന്റെ കറകൾ നീങ്ങി വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ധരിച്ച് ദൈവമകന്റെ അവകാശത്തിലേക്ക് പ്രവേശിച്ച ദിവസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ദിവസമാണ്. ഫ്രാൻസിലെ രാജാവായിരുന്ന കിങ് ലൂയി അദ്ദേഹം തന്റെ ലെറ്ററുകളിൽ ഒപ്പിടുമ്പോൾ, അദ്ദേഹം മഹാവിശുദ്ധനാണ്, അദ്ദേഹം തന്റെ ലെറ്ററുകളിൽ താൻ മാമോദിസ സ്വീകരിച്ച പള്ളിയുടെ ആ സ്ഥലത്തിന്റെ പേര് ചേർത്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ ലെറ്ററുകളിൽ ഒപ്പിട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് തന്റെ രാജപദവിയേക്കാൾ, തന്റെ മറ്റ് ഔദ്യോഗിക പദവികളേക്കാൾ വളരെ വളരെ പ്രാധാന്യം താൻ ഒരു ദൈവമകനായി യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ദിനത്തെക്കുറിച്ച് അത്രയേറെ ആനന്ദമുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കൃപ ലഭിച്ചു. എന്നാൽ അത് ഇടയ്ക്കൊക്കെ മറന്നുപോയി. പക്ഷെ ഇത്തവണ അത് പറഞ്ഞപ്പോൾ അത് വീണ്ടും ശക്തമായിട്ട് ഓർമ്മ വന്നതുകൊണ്ടാണ് ഈ എപ്പിസോഡിൽ അത് പങ്കുവയ്ക്കുന്നത്. ഒക്ടോബർ 2 എൻ്റെ മാമോദിസ ദിനം. ഞാൻ ജനിച്ച് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഈശോയുടെ മാമോദിസ സ്വീകരിച്ച് ഈശോയുടെ മകനായി മാറാൻ കർത്താവ് കൃപ നൽകി. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്യണം, കണ്ടുപിടിക്കണം, ആഘോഷിക്കണം. തലതൊട്ടമ്മമാർ അപ്രകാരമുള്ള തങ്ങളുടെ ഗോഡ് ചിൽഡ്രന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. വലിയൊരു കൃപ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനോട് ചേർന്ന് ഏതാനും തിരുവചനങ്ങൾ കൂടി നമുക്ക് ധ്യാനിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം തിരുവചനം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ ദൈവ മക്കളാകാൻ കഴിവ് നൽകി. അപ്പം ദൈവമക്കളുടെ ഒരു കഴിവിലേക്ക്, പദവിയിലേക്ക് നമ്മൾ വിശുദ്ധ മാമോദിസയിലൂടെ പ്രവേശിക്കുകയാണ്. ഗലാത്യ ലേഖനം 3:26 നമ്മളെ പഠിപ്പിക്കുന്നു, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ്. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസമാണ് നമ്മുടെ തലതൊട്ടപ്പനും തലോട്ടമ്മയും ഏറ്റുപറയുന്നത്. അതാണ് ഓരോ ഈസ്റ്റർ ആഘോഷവേളയിലും നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അത് അനുദിനം ജീവിക്കേണ്ട യാഥാർത്ഥ്യമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 3-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുക എന്നുള്ള ആ ഉന്നതമായ പദവി വീണ്ടും കൊളോസസ് 2:6 പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. ഈ മാമോദിസയുടെ കൃപാവരം, ഈ വലിയ പദവി, അത് അനുദിനം ജീവിക്കാനുള്ള വിളി നമുക്കുണ്ട്. റോമാലേഖനം 8-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അപ്പം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ആണ് നമ്മൾ. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം ഗലാത്യ ലേഖനം അതിന്റെ 4-ാം 6-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. നാം മക്കളാണ്. നമ്മൾ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുന്നു. ആ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവ് നമ്മളിലുണ്ട്. ഈ വലിയ പദവിയിൽ, ഈ വലിയ സ്വാതന്ത്ര്യത്തിൽ, ഈ വലിയ സത്യത്തിൽ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. മറക്കരുത്, നിങ്ങൾ മാമോദിസ സ്വീകരിച്ച ഡേറ്റ്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഡേറ്റ് കണ്ടുപിടിക്കണം, ആഘോഷിക്കണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ.